രാമ ഹരേ ഹരേ. ഞാൻ എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും എനിക്ക് വേണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെ കാലില് നമസ്കരിച്ചുകൊണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് 2 ശ്ലോകങ്ങളാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഗീതാ മഹാത്മ്യത്തിലെ 2 ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ശ്ലോകം: ഗീതാശാസ്ത്രമിദം പുണ്യം യപഠേത് പ്രയതാ പുമാൻ വിഷ്ണോ പദം അവാപ്നോതി ഭയാശോകാദിവർജിതഃ. എന്താണ് പറയുന്നത് നോക്കാം. അതായത് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു സാഹിത്യമാണ്. അത് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പഠിക്കേണ്ട ഒന്നാണ്. പിന്നെ ഭഗവത്ഗീതയിലെ നിർദ്ദേശങ്ങള് നമ്മൾ വേണ്ടവണ്ണം പിന്തുടർന്നാല് നമുക്ക് ജീവിതത്തില് എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തനാകുകയും അടുത്ത ജന്മം ഒരു ആത്മീയ ജീവിതം കൈവരിക്കാനും സാധിക്കും നമുക്ക്. അതേസമയം നമ്മൾ എന്തുകൊണ്ടാണ് ഈ യാതനകൾക്ക് ഈ ഭൗതിക ലോകത്തിൽ വന്ന് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ഇത് വായിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്, പിന്നെ ഈ മരണശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഭഗവത്ഗീത വായിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നമ്മൾ പലരും പല രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ അനുഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് സുഖമായാലും ദുഃഖമായാലും ഓരോരുത്തര് സുഖം അനുഭവിക്കുന്നു, ചിലർ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. എന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളാണ് ഓരോരുത്തര് ഭൗതിക ജീവിതത്തില് അനുഭവിക്കുന്നത്. നേരത്തെയുള്ള എത്രയോ ജന്മങ്ങളിൽ നല്ല പുണ്യങ്ങൾ ചെയ്തിട്ടുള്ളവര് അതുപോലെ നല്ല ജീവിതം ആസ്വദിക്കുന്നു. അതേസമയം നല്ല ഇത് ചെയ്യാത്തവര് ആ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അതാണ് ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മള് ഇതിൽ പറയുന്നത് നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം, ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഈ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഭഗവത്ഗീത 5-ാമത്തെ അധ്യായത്തില് 7-ാമത്തെ ശ്ലോകം പറയുന്നു: മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനഃ മനഃഷ്ഠാനേന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണെന്നാണ് ഇതിൽ പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു കടല് ഉദാഹരണമായിട്ട് എടുക്കാൻ, കടലിലെ വെള്ളം എങ്ങനെയാണ്? ഉപ്പുവെള്ളമായിരിക്കും അല്ലേ? അപ്പോ അത് നമ്മൾ ഒരു കപ്പിൽ എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കപ്പില് അതിന്റെ ഗുണങ്ങളെല്ലാം ആ കപ്പിലുള്ള വെള്ളത്തിനും ഉണ്ട്. പക്ഷെ അളവില് അത് കുറവായിരിക്കും. അളവില് കുറവായിരിക്കും, ഗുണത്തില് ഒന്ന് തന്നെയാണ്. അതിനും ഉപ്പ് രസമുണ്ട്, ഇതിനും ഉപ്പ് രസമുണ്ട്. പക്ഷെ കപ്പിലെ വെള്ളം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഗുണത്തില് ഒന്നാണ്, അളവില് വ്യത്യാസമുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. 2-ാമത്തെ ശ്ലോകമാണ് ഗീതാ മഹാത്മ്യത്തിലെ: ഗീതാധ്യായനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മകൃതാനി ച എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ആത്മാർത്ഥമായും ഗൗരവമായും ഭഗവത്ഗീത നമ്മൾ വായിക്കണം. ഒരാളെ ഭഗവത് കരുണയാൽ അയാൾ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരില്ല ഈ ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ. നമ്മള് ഭഗവത്ഗീത അവസാന ഭാഗത്ത്, അതായത് 18-ാമത്തെ അധ്യായത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. 66-ാമത്തെ ശ്ലോകം, 18-ാമത്തെ അധ്യായത്തില് 66-ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്നാണ് പറയുന്നത്. അതെന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാല്, നീ എല്ലാ മതങ്ങളെയും ഉപേക്ഷിച്ച് എന്നിൽ സമർപ്പണം ചെയ്യുക, ഞാൻ നിങ്ങളെ എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും മുക്തരാക്കാം. അതുപോലെ നീ ഒരിക്കലും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ
തന്നിലേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നവരെ ആരൊക്കെയാണോ അവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ ഭഗവാൻ ഏറ്റെടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അയാളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും. പിന്നെ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവത്ഗീത എല്ലാ ദിവസവും നമ്മൾ വായിക്കണം. ഒരു ശ്ലോകമെങ്കിലും വായിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. കാരണം ഞാൻ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഒരു ശ്ലോകമെങ്കിലും വായിച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാവും. എസ്പെഷ്യലി പിന്നെ ഭഗവത്ഗീത വായിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രീല പ്രഭുപാദ് എഴുതിയ യഥാരൂപം തന്നെ വായിക്കണം. കാരണം അതിലാണ് എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലും വേർഡ് ബൈ വേർഡ് മീനിങ്ങും എല്ലാം തന്നിട്ടുള്ളതും എല്ലാത്തിനും ഉദാഹരണം തന്നത് നമുക്ക് വ്യക്തമായിട്ടും നല്ലവണ്ണം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ട് അത് വായിക്കുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ടാവും. കണക്ഷൻ ഉണ്ടാകുമ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്, ഇല്ലേ? ഭഗവത്ഗീതയെ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 10ാമത്തെ അധ്യായത്തില് 10ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ്? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുള്ള ബുദ്ധിവിശേഷം ഞാൻ നൽകും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് ഭഗവാൻ പറഞ്ഞ വാക്കുകളാണ്, നമ്മൾ ഉണ്ടാക്കി പറഞ്ഞതോ ഒന്നുമല്ല, ഭഗവാൻ പറയുന്നതാണ്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം. എന്താണത്? ഒന്ന്, നമ്മള് ശരീരമല്ല, കാരണം നമ്മൾ ആത്മാവാണ്. ശരീരം നശ്വരമാണ്, ആത്മാവാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന് ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് ശ്ലോകങ്ങളും ഒരുപാട് കാര്യങ്ങളും. ഇതെല്ലാം വായിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് മാത്രം പോയാൽ പോരാ, ശരിക്കും നമ്മൾ പഠിച്ച് വേണം പോകാൻ. അത് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും നമ്മുടെ ശിഷ്യ ഗുരുപരമ്പരയിൽ നിന്നും ഉള്ള ആളുകൾ, ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് വേണം നമ്മൾ ഇത് പഠിക്കാനായിട്ട്. അല്ലാതെ ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടാനുസരണം പറയുന്ന ഓരോ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത ഭഗവത്ഗീതകൾ നമ്മൾ ഒരിക്കലും വായിക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ബുക്കാണ് ഭഗവത്ഗീത. അത് എല്ലാവരും ദിവസവും വായിക്കണം. പിന്നെ ഭഗവാനോട് ചോദിക്കുന്ന, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ 12ാമത്തെ ചാപ്റ്ററില് ഭഗവാൻ പറയുന്നു, 2ാമത്തെ ശ്ലോകത്തില് എന്താ പറയുന്നത്? മയ്യാവേശമനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേത തേ മേ യുക്തതമാമതഃ എന്നാണ് പറയുന്നത്. അതായത് എന്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവനാണ് ഏറ്റവും പരിപൂർണതയുള്ളവൻ എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാന് ചാപ്റ്ററിൽ പറയുന്നത്, 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതുപോലെ ഇതില് ഈ ജീവസത്ത എന്ന് പറയുന്നത് പരിപൂർണതയുടെ വിഭിന്ന അംശമാണ്. അതായത് എപ്പോഴും ഭഗവാൻ പറയുന്നത് എന്താ? എന്നെക്കുറിച്ച് സദാ ചിന്തിക്കുന്ന ഭക്തനാണ് എല്ലാ യോഗികളിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? 9ാമത്തെ ചാപ്റ്ററിൽ ഇതുപോലെ പറയുന്ന ഭഗവാൻ 9ാമത്തെ ചാപ്റ്ററിൽ 14ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ്? സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢാവൃതഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. ഇവിടെയും പറയുന്നുണ്ട് നിത്യയുക്ത ഉപാസതേ. ആദ്യം 12ാമത്തെ ചാപ്റ്ററിൽ 2ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞു നിത്യയുക്ത ഉപാസതേ, 2 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. ഭഗവാൻ എന്താ പറയുന്നത്? എപ്പോഴും ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക, ആലപിക്കുക, പിന്നെ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രണമിച്ചു കൊണ്ടും ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ടും നമ്മൾ ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഭഗവാനുമായിട്ട് ഒരു മമതാബന്ധത്തില് ആയിരിക്കും. നമ്മൾ എപ്പോഴും കൃഷ്ണനുമായിട്ടുള്ള ഒരു ബന്ധത്തില് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാം മാറി, ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ ദുഃഖങ്ങളും എല്ലാം മാറി നമുക്ക് ശാന്തി ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗീതാ മഹാത്മ്യം അവസാനിപ്പിക്കാൻ പറഞ്ഞതായിട്ട് 2 ശ്ലോകങ്ങളിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ഇന്ന് അപ്പം ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് കൂടി ഒന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമ കീർത്തനത്തെ കുറിച്ച് പറയേണ്ടത് എന്താണ്? നമ്മള് ഹരിനാമ കീർത്തനം എന്തിനാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. എന്തിനാണ് നമ്മൾ ഹരിനാമ കീർത്തനം ചെയ്യുന്നത്? നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി. നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കും. പിന്നെ എത്രയോ ജന്മങ്ങളായി നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അതിന്റെ എല്ലാം ദുഷ്ഫലങ്ങള് എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ദൂരീകരിക്കണമെങ്കിൽ നമുക്ക് നാമജപം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ പറയുന്നത് എന്താണ്? 4 യുഗങ്ങളുണ്ട്. ഏതാ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിൽ ഏറ്റവും നല്ല യുഗമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? കലിയുഗമാണ്. കാരണം ആദ്യം സത്യയുഗത്തിലൊക്കെ ഒരുപാട് തപസ് ചെയ്യാൻ അവർക്ക് 1,00,000 വർഷം ആയുസ് ഉണ്ടായിരുന്നു. അപ്പൊ തപസ്സാണ് അപ്പോഴുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ത്രേതായുഗത്തിലാണെങ്കിൽ യജ്ഞങ്ങളാണ് അധികം ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് 10,000 വർഷം ആയുസ് ഉണ്ടായിരുന്നു. ദ്വാപര യുഗത്തിലുള്ള മനുഷ്യർക്ക് 1000 വർഷമാണ് ഉണ്ടായിരുന്നത്. കലിയുഗത്തിലുള്ള ആളുകൾക്ക് എത്രയാണ്? 100 വർഷം. 100 വർഷമാണ് മാക്സിമം എന്ന് പറയുന്നത്. അപ്പൊ ആ 100 വർഷത്തില് നമ്മൾ എത്രയോ പെട്ടെന്നാണ് ഈ 100 വർഷം എന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത്. ഓരോ നിമിഷം പോകുന്നത് നമ്മൾ അറിയൂല. നമ്മൾ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാതെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനായിട്ട് നോക്കണം. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? കലിയുഗത്തിലെ ധർമ്മം നാമസങ്കീർത്തനമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ മഹാമന്ത്രം ഏതാണ്? ആ മഹാമന്ത്രം പിന്നെ ചൈതന്യ മഹാപ്രഭു ഇവിടെ വന്നിരിക്കുന്നത്, ഈ ലോകത്തിൽ ജന്മം എടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കുള്ള ഒരു ഔഷധം തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മാനവരെയും ഉദ്ധരിക്കാനുള്ള ഔഷധം നൽകുക. അതെന്താണ് ആ മന്ത്രം? മഹാമന്ത്രം എന്താ പറയുന്നത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് ആ മഹാമന്ത്രം എന്ന് പറയുന്നത്. ആ മഹാമന്ത്രത്തെ നമ്മൾ താരക മന്ത്രം എന്നും പറയാറുണ്ട്. താരക മന്ത്രം എന്നും പറയും. ഇത് ഗോലോകത്തിലെ മന്ത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിന് ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ഈ ഒരൊറ്റ ഒരു മന്ത്രം കൊണ്ട് തന്നെ നമുക്ക് ഈ കലിയുഗത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഈ കലിയുഗം എന്ന് പറയുന്നത്, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് അസൂയയും വിദ്വേഷവും എല്ലാം കൊണ്ട് നിറഞ്ഞതാണ്. ഈ ഭൗതിക ലോകം നമ്മുടെ കൽമഷങ്ങളും ദുഃഖങ്ങളും ഭയവും എല്ലാം മാറ്റാനായിട്ട് ഈ ഒരു മന്ത്രം കൊണ്ട് തന്നെ സാധിക്കും. അതിന് അത്രയും ശക്തിയുണ്ട് ആ മന്ത്രത്തിന്. അതാണ് പറയുന്നത്. ബൃഹത് നാരദീയ പുരാണത്തില് 3:8-126 പറയുന്നത് എന്താണ്? ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തേവ ഗതിരന്യത. കാരണം ഈ പിന്നെ കലിയുഗത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഹരിനാമ കീർത്തനമല്ലാതെ വേറെ വഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് 3 പ്രാവശ്യം സ്ട്രെസ് ചെയ്ത് പറഞ്ഞാല് അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈശ്വരനാമമായ ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഹരിയുടെ പാദപത്മങ്ങളെ നമ്മൾ ആശ്രയിക്കണം. എങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. ശരിക്കു പറഞ്ഞാല് നമ്മൾ ഈ ലോകത്തിൽ വരുമ്പോൾ നമ്മളെ മായ പിടികൂടും. അപ്പോ മായയുടെ പിടുത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മായനെ ഇപ്പൊ നമുക്ക് ഇരുട്ടായിട്ട് സങ്കല്പിക്കാം. അപ്പൊ സൂര്യൻ വരുമ്പോ ഇരുട്ട് ഓടി ഒളിക്കും ഇല്ലേ? അപ്പൊ സൂര്യനായിട്ട് നമ്മൾ ഭഗവാനെ കാണുക. അപ്പൊ ഭഗവാന്റെ പാദപത്മങ്ങൾ നമ്മൾ പിടിക്കുമ്പോൾ മായയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും ഇപ്പൊ ഭഗവത്ഗീത വായിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാകും. ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താണ്? പിന്നെ 7ാമത്തെ ചാപ്റ്ററിൽ 14ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ്? ദേവി ഹേഷ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേ വായേ പ്രപദ്യന്തേ
മായാമേതാം തരന്തിതേ എന്നാണ് പറയുന്നത്. അതായത് 3 പ്രകൃതി ഗുണങ്ങൾ അടങ്ങിയ 3 പ്രകൃതി ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഇത് അടങ്ങിയിട്ടുള്ള എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്നാൽ എനിക്കായി സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഭഗവാനെ ആത്മസമർപ്പണം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭഗവാനെ ആത്മസമർപ്പണം ചെയ്തിട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് മായ പിടിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് പറയുന്നത്. എപ്പോ വേണമെങ്കിലും നമുക്ക് ഹരിനാമം ജപിക്കാം, ഇല്ലേ? എപ്പോ വേണമെങ്കിലും ഹരിനാമം ജപിക്കാം. അതിന് ഇത്ര സമയത്ത് ജപിക്കണമെന്നോ ഇന്ന സമയത്ത് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലായ്പ്പോഴും നമുക്ക് ഹരിനാമം ജപിക്കാൻ പറ്റും. അത് എങ്ങനെ ജപിക്കണം? ഉച്ചത്തിൽ വേണമെങ്കിൽ ഉച്ചത്തിൽ ജപിക്കാം, മനസ്സിലും ജപിക്കാം, നമ്മൾ കേൾക്കുന്ന രീതിയിൽ ജപിക്കാം. പക്ഷെ ഹരിനാമ ജപം ചെയ്യുമ്പോൾ നമ്മൾ ചെവിയിൽ കൂടി കേൾക്കുകയും വായു കൊണ്ട് നാവ് കൊണ്ട് അത് കീർത്തനം ചെയ്യുകയും മനസ്സിൽ അത് അതിന്റെ വൈബ്രേഷൻ മനസ്സിൽ വരുത്തണം. അങ്ങനെ നമ്മൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്യേണ്ട ഒരു ഇതാണ് ഹരിനാമ ജപം എന്ന് പറയുന്നത്. ശരിക്കും പറയണമെങ്കിൽ നമ്മള് അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കണം. എന്താണ് പറയുന്നത്? ഹരേ കൃഷ്ണ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ അതിന് കൂടുതൽ ഫലം കിട്ടും എന്ന് വിചാരിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയാല് ഫലം കിട്ടൂല എന്നല്ല പറയണത്. അർത്ഥം അറിയാതെ ചൊല്ലിയാലും ഫലം കിട്ടും. ഉദാഹരണം പറയണെങ്കിൽ, ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു, നമ്മൾ ഒരു മരുന്ന് മേടിക്കുന്നു, അതിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ കഫ് സിറപ്പാണെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ 3 പ്രാവശ്യം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കും. നമുക്ക് അതിന്റെ ഉള്ളിലുള്ളത് മനസ്സിലാവുന്നില്ല, പക്ഷെ അതിന്റെ ഫലം കിട്ടുന്നില്ല. കിട്ടും. അപ്പൊ അതുപോലെ ഫലം കിട്ടും. എന്നാലും നമ്മൾ അർത്ഥം മനസ്സിലാക്കി അത് ജപിക്കണം എന്നാണ് പറയുന്നത്. അതായത് എന്താണ് അതിന്റെ അർത്ഥം? പ്ലീസ് എൻഗേജ് മീ ഇൻ യുവർ ഡിവോഷണൽ സർവീസ് എന്നാണ് പറയുന്നത്. അതായത് എന്നെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്തുക, ഭഗവാൻ കൃഷ്ണന്റെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അത്. അപ്പൊ നമ്മൾ നാമം ജപിക്കുമ്പോൾ എന്താണ് പറ്റണത്? ഭഗവാൻ നമ്മുടെ നാവിൽ വന്നിട്ട് ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഭഗവാന് വളരെയധികം സന്തോഷമായിരിക്കും അത്. അപ്പൊ നമുക്കത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉയരാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ മാലിന്യം നീക്കി ശുദ്ധമായാൽ മാത്രമേ ഭഗവാൻ അവിടെ വന്നിരിക്കുള്ളൂ. ഏതെങ്കിലും അഴുക്കുള്ള സ്ഥലത്ത് നമ്മളായാലും ഇരിക്കോ? കുറച്ച് ചെളിയുണ്ട്, പൊടിയുണ്ട്, അല്ലെങ്കിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയാൽ മാത്രമല്ലേ നമ്മൾ ഇരിക്കുള്ളൂ. ആ അഴുക്കുള്ള സ്ഥലത്തൊന്നും നമ്മൾ പോയി ഇരിക്കൂലല്ലോ. അതുപോലെയാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയം നല്ല ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ നാമജപം കൂടുതലായിട്ട് എത്രയും കൂടുതൽ ചെയ്യണോ അത്രയും നല്ലതാണ്. അപ്പോ ഇതുപോലെ ശിഷ്ടാക്ഷരത്തിൽ പറയുന്ന ചൈതന്യ മഹാപ്രഭു എഴുതിയിട്ടുള്ളതാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്ന അതിലൊരു ശ്ലോകമുണ്ട്. എന്താണത്? ഋണാദപി സുനീചേന തരോരുപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി എന്ന് പറയുന്നുണ്ട്. അത് എന്താ പറയുന്നത്? അതിന്റെ അർത്ഥം അതായത് ഋണാദപി സുനീചേന, അതായത് ഒരു പുല്ലിനെ പോലെ വിനയത്തോടു കൂടിയുള്ളവരായിരിക്കണം നമ്മൾ. പുല്ലിനെ പോലെ. ഇപ്പൊ പുല്ലിനെ നമ്മൾ ചവിട്ടുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, പുല്ല് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തിരിച്ച്? നമുക്ക് ഇല്ല. അതുപോലെ തരോരുപി സഹിഷ്ണുന, അതായത് ഒരു വൃക്ഷത്തിനെ പോലെ സഹിഷ്ണുത ഉള്ളവരായിരിക്കണം നമ്മൾ. മഞ്ഞ് വന്നാലും വെയിൽ വന്നാലും മഴ വന്നാലും എല്ലാം അവിടെ നിന്ന് ആ മരം സഹിക്കണാണ്. ഒരു കോടാലി കൊണ്ട് ഒരാൾ വെട്ടാൻ വരികയാണെങ്കിൽ പോലും അത് അവിടെ തന്നെ നിൽക്കുകയാണ്, സഹിച്ചു നിൽക്കുകയാണ്. അതുപോലെയുള്ള സഹനശക്തി നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. അതേസമയം നമ്മൾ ബഹുമാനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും കീർത്തയന്തോ സദാ ഹരിയെന്നവർ എപ്പോഴും ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പറയുന്നത്. അപ്പൊ ആ രീതിയിലായിരിക്കണം, അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അതുപോലെ ആയിരിക്കണം നാമജപം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരു കുട്ടി ഒരു അമ്മയെ വിളിക്കണം, എങ്ങനെയാണ്? പാല് കുടിക്കണമെങ്കിൽ എങ്ങനെ കരഞ്ഞ് കുട്ടി വിളിക്കുന്നു, അതേപോലെ വേണം നമ്മൾ ഭഗവാനെ വിളിക്കാനായിട്ട് എന്ന് പറഞ്ഞ ഹരിനാമ ജപത്തിൽ കൂടിയിട്ട് പറയണത്. അപ്പൊ ഇങ്ങനെ ജപിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ദുഃഖവും ശോകവും എല്ലാം മാറിയിട്ട്
നമുക്ക് ശാന്തി സമാധാനവും ഉണ്ടാകും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമുണ്ട്. എന്താണത്? ആ പാപം കൃഷ്ണനെ മറക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. ഒരിക്കലും നമ്മൾ കൃഷ്ണനെ മറക്കാൻ പാടില്ല. എപ്പോഴും കൃഷ്ണനെ ഓർമ്മിക്കുക. അതാ പറയുന്നത്, ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. 24 മണിക്കൂറും നമുക്ക് കൃഷ്ണന്റെ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. മനസ്സിൽ ഇങ്ങനെ ജപിക്കുക, ഉച്ചത്തിലല്ലെങ്കിലും മനസ്സിൽ എപ്പോഴും ടേപ്പ് റെക്കോർഡർ വെച്ച പോലെ ഇങ്ങനെ നമ്മുടെ മനസ്സിലത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഹരിനാമ കീർത്തനവും വൈഷ്ണവരെ സംതൃപ്തരാക്കുന്നതാണ് ഈ യുഗത്തില് സ്പിരിച്വൽ ലൈഫില് ഉയരാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ കൃഷ്ണനെ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കുക. ഞാൻ ഇത് ചെയ്താൽ കൃഷ്ണൻ സന്തോഷിക്കുമോ? എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാനിപ്പോ ഒരാൾക്ക് കുറച്ച് ഒരു സാധനം കൊടുക്കാൻ പോവുകയാണ്, നല്ല പാവപ്പെട്ട ഒരാളാണ്, അർഹതപ്പെട്ടതാണ്, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കൃഷ്ണന് അത് സന്തോഷം ഉണ്ടാവോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ കൃഷ്ണനെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് സംസിദ്ധി ഹരിതോഷണം എന്ന് പറയുന്നത്. കൃഷ്ണൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ ഒരാൾക്ക് കൂടുതൽ, ഒരാളുടെ അടുത്ത് കൂടുതൽ സ്നേഹം, ഒരാളുടെ അടുത്ത് കുറവ് സ്നേഹം, അങ്ങനെ ഭഗവാൻ ഇല്ല. പക്ഷെ നമുക്ക് തോന്നും എൻ്റെ അടുത്ത് സ്നേഹം കാണിച്ചില്ല എന്നൊക്കെ. അതെന്തുകൊണ്ട്? നമ്മുടെ കർമ്മഫലം കൊണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. കൃഷ്ണൻ ആരാണ്? നമ്മുടെ അഭീത്യകാംക്ഷിയാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ ഗൈഡാണ്, എല്ലാം ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മൾ കൃഷ്ണനിൽ വെച്ച് പുലർത്തണം. അങ്ങനെ ഹരിനാമ സങ്കീർത്തനം എപ്പോഴും ചെയ്യുമ്പോൾ കൃഷ്ണൻ സന്തോഷിക്കുകയും ചെയ്യും, നമുക്ക് ആനന്ദം ലഭിക്കുകയും ചെയ്യും. പിന്നെ ഇതെല്ലാം വളരെ പിന്നെ ഈ ഹരേ കൃഷ്ണ എന്ന മന്ത്രം മോക്ഷദായക മഹാമന്ത്രമാണ്. ഏറ്റവും വിനയത്തോടെ ജപിക്കുക മാത്രമാണ് മനോനിയന്ത്രണത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞ ഉപായം. മനോനിയന്ത്രണത്തിന് ഈ ഹരിനാമം ജപിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് മെച്ചം ഉണ്ടാകും എന്നാണ് പറയുന്നത്. സവേ മന കൃഷ്ണ പദാരവിന്ദയോ എന്നതാണ് ഇതിന് നിർദ്ദിഷ്ടമായ പദ്ധതി. തന്റെ മനസ്സ് പൂർണ്ണമായി കൃഷ്ണനിൽ അർപ്പിക്കുക. എന്നാൽ മാത്രമേ മനസ്സിന് അലട്ടുന്ന മറ്റു പ്രവൃത്തികളെല്ലാം ഇല്ലാതാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും എല്ലായ്പ്പോഴും നമുക്ക് കൃഷ്ണന്റെ ഹരിനാമം ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനാണ് കൂടുതൽ ഫലവും കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, അനന്തകോടി വൈഷ്ണവൃന്ദ കി ജയ്, പ്രേമാനന്ദേ ഹരി ഹരി ബോൽ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. ഹരിനാമ മഹാത്മ്യവും ഭഗവത്ഗീത മഹാത്മ്യവും നമ്മുടെ അറിവിലേക്ക് പറഞ്ഞു തന്ന മാതാജിക്ക് വളരെയധികം നന്ദി. ഇനി അടുത്തതായിട്ട് ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിലെ 14 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഹിസ് ഗ്രേസ് നരോത്തം ദാസ് കൃഷ്ണദാസ് പ്രഭുവാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക്. കൊച്ചി ഇസ്കോണിലെ നിത്യസാന്നിധ്യമായ നരോത്തം പ്രഭുവിന്റെ വിദ്യാഭ്യാസം നാട്ടിലും ബോംബെയിലുമായിരുന്നു. ബോംബെയിൽ ആരംഭിച്ച ഔദ്യോഗിക ജീവിതം കുറച്ചു കാലത്തിന് ശേഷം മിഡിൽ ഈസ്റ്റ് രാജ്യമായ ബഹ്റിനിലേക്ക് മാറി. ബഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇസ്കോണുമായി ബന്ധപ്പെടുകയും 1994 ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി ഗുരു മഹാരാജിൽ നിന്ന് ഹരിനാമ ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. ഗൾഫ് ജീവിതം അവസാനിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ കൊച്ചി ഇസ്കോണിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും പങ്കാളിയായും 30 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിച്ച ആത്മീയ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ അദ്ദേഹം തുടരുകയും ശാന്തത മുഖമുദ്രയായ ഈ മുതിർന്ന ഭക്തനിൽ നിന്ന് നമുക്ക് ഭഗവത്ഗീത ശ്ലോകം ശ്രവിക്കാൻ കിട്ടുന്നത് അസുലഭമായ ഒരു നിമിഷമാണ്. ഹിസ് ഗ്രേസ് നരോത്തം ദാസ് പ്രഭുവിനെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു. നമസ്കാരം.
സ്പെഷ്യൽ നമസ്കാരം. ഇന്ന് പ്രഭു പറയോ? ക്ലിയർ അല്ല പ്രഭു, ക്ലിയർ അല്ല. ക്ലിയറല്ല. ആ അല്ല, ബാൻഡ് വിഡ്ത്ത് കുറവാണ് പ്രഭു. വീഡിയോ ഓഫ് ചെയ്തോളൂ പ്രഭു. വീഡിയോ ഓഫ് ചെയ്താല് ക്ലിയർ ആവും പ്രഭു. വീഡിയോ ഓഫ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മ. ഓം അജ്ഞാനതിമിരാന്ധസ്യ പ്രഭു കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. നെറ്റിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം പ്രഭു. ഇപ്പൊ കേൾക്കാം പ്രഭു. നെറ്റിന് എന്തോ പ്രശ്നമുണ്ട്, അതാണ്. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. श्रील प्रभुपाद की जय, जय वेदांत स्वामी आचार्य पाद की जय, गुरुदेव की जय. ഓൾ ഗ്ലോറീസ്, ഓൾ ഗ്ലോറീസ്, ഓൾ ഗ്ലോറീസ് ശ്രീ ഗുരു ആൻഡ് ശ്രീ ഗൗരം. എല്ലാവർക്കും ഈ സെഷനിലേക്ക് നമസ്കാരം. നമ്മൾ ഭഗവത്ഗീത തുടക്കം മുതൽ അവസാനം വരെ 3 മാസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആവുന്നവരെല്ലാവരും എല്ലാ ദിവസവും, ആഴ്ചയിൽ 3 ദിവസമുള്ളൂ, 3 ദിവസവും വരാൻ ശ്രമിക്കുക. അത് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനിടയ്ക്ക് നിർത്തിപ്പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓരോ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എല്ലാ ദിവസവും വരാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് 8:15 തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഭഗവത്ഗീതയുടെ മഹാത്മ്യവും നാമജപത്തിന്റെ മഹാത്മ്യവും ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര കണ്ട് കൂടുതൽ കേൾക്കുന്നു അത്ര അനുസരിച്ച് നമുക്കത് ഹൃദയസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഒന്നും വിട്ടുകളയരുത്. അപ്പൊ ഇവിടെ നമ്മൾ 2ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ. 1ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു, അർജുനന്റെ വിഷാദയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യ നിരീക്ഷണം. സൈന്യ നിരീക്ഷണത്തിന് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാണ് വന്നത്. കാരണം യുദ്ധം ചെയ്യണമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം, എല്ലാവർക്കും അറിയാം, നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ഭീഷ്മരുടെ അടുത്തും ദ്രോണരുടെയും അതേപോലെയുള്ള മുതിർന്ന എല്ലാവരുടെയും എതിർ സ്ഥാനത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോ യുദ്ധക്കളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവരോട് ഒരു അനുകമ്പ തോന്നി. അങ്ങനെ അനുകമ്പ എന്ന് ഒരു നിരാശ വരികയാണ് ചെയ്തത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പക്ഷെ ആക്ച്വലി ഇത് വരാൻ പാടില്ലാത്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെയൊന്നും അനുകമ്പ കാണിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത് അസ്ഥാനത്തായിപ്പോയി എന്നുള്ളതാണ്. അനുകമ്പ വേണം, പക്ഷെ അസ്ഥാനത്തായിപ്പോയി എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദൂതൻ ഈ യുദ്ധം ഒഴിവാക്കാനായിട്ട് ദൂതന് പോയപ്പോ, ദുര്യോധനന്റെ അടുത്ത് ദൂതന് പോയപ്പോ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ സ്വീകരിച്ചു, വേണ്ട രീതിയിൽ സൽക്കരിച്ചിരുത്തി. പക്ഷെ സംസാരത്തില് അവർക്ക് അതിന് ഒരു കൺക്ലൂഷൻ വരാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് യുദ്ധം തീരുമാനം ആവണം ഇത്. അപ്പൊ ഇദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സദ്യ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ദുര്യോധനൻ. കാരണം ചെയ്യാൻ നമ്മൾ നാട്ടിൽ പറഞ്ഞോണം, എന്താണ് ചതുർവിധമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പറയില്ലേ, 4 തരത്തിലുള്ള ഭക്ഷണങ്ങൾ, എല്ലാ തരത്തിലും എല്ലാം കൊണ്ടും വളരെ ഉചിതമായിട്ട് സദ്യ ഒരുക്കിയിരുന്നു. പക്ഷെ അദ്ദേഹം അത് സ്വീകരിച്ചില്ല, ശ്രീകൃഷ്ണ ഭഗവാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മളെത്ര ഒരു ശത്രുതയുള്ള ഒരാളുടെ വീട്ടിൽ പോയി നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരോട് ഒരു വിധേയത്വം തോന്നും. അപ്പോൾ ഇവിടെ യുദ്ധത്തിനെ പറ്റി സംസാരിക്കാൻ പോയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഊണും കഴിച്ച് തിരിച്ചു പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ അദ്ദേഹം നമ്മളത് ഓർമ്മപ്പെടുത്തണം, ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. അപ്പൊ പിന്നെ അർജുനന് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നിരാശയോ അനുകമ്പയോ വരാൻ പാടില്ലാത്തതായിരുന്നു, വന്നു. അവസാനം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2ാമത്തെ അധ്യായത്തില് ചില പോയിന്റുകൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. ഈ 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അർജുനന് നിരാശ വന്നു എന്നുള്ളതാണ്. നിരാശ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ആകെ മായാവലയത്തിൽ മോഹവലയത്തിലായി. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് ചെയ്തത്. ശ്രീകൃഷ്ണ ഭഗവാൻ ശരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുസ്ഥാനത്ത് വന്നിട്ട്
അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് അദ്ദേഹം സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആത്മാവിനെ പറ്റി സംസാരിച്ചു. ആത്മാവിന് നാശമില്ലാന്നും അതിനെ ഉണക്കാനോ മുറിക്കാനോ കത്തിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല എന്ന് അദ്ദേഹം ഈ രണ്ടാമത്തെ അധ്യായത്തിൽ കൂടെ പറയുന്നു. പിന്നെ സെൽഫ്ലെസ് ആക്ഷൻ, നിഷ്കാമ കർമ്മം, നമ്മൾ ഒന്നും തിരിച്ചു ഉദ്ദേശിക്കാതെ കൊണ്ട് വിത്തൗട്ട് എനി അറ്റാച്ച്മെന്റ്, ഒന്നിനോടും ഫലത്തിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് നമ്മൾ കർമ്മം ചെയ്യണമെന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് ബുദ്ധിയോഗം എന്ന് വെച്ചാൽ ഇന്റലിജന്റ് ആക്ഷൻ, ജ്ഞാനത്തോടുകൂടി ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യാം. ഫലം ചെയ്യുന്നതിന്റെ ഫലവും നമുക്ക് ഭഗവാന് വേണ്ടി അർപ്പിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുള്ളതാണ്. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കണ്ടല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ, ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേ. അപ്പോ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഭഗവാൻ എന്ത് ചെയ്യുന്ന യത് കരോഷി യദർശനാശി യത് ഘോഷി താദാശി, ഒരു ശ്ലോകമുണ്ട് 9:27. പറഞ്ഞ എന്ത് തന്നെ ചെയ്യുമ്പോഴും എന്ത് തന്നെ ചെയ്യാന്ന് എന്ത് ചെയ്യാന്ന് ഭഗവാന് വേണ്ടി ചെയ്യാം. ഇപ്പൊ നമ്മൾ ഊണ് കഴിഞ്ഞിട്ട് നമ്മൾ കച്ചറ കൊണ്ട് കളയണമെങ്കിൽ ഭഗവാൻ ഓർമ്മിച്ചിട്ട് കളയുക. എന്തുണ്ടാക്കുമ്പോഴും എന്ത് കഴിക്കുമ്പോഴും എന്ത് കൊടുക്കുമ്പോഴും എന്ത് തന്നെയും ഭഗവാനെ സെന്ററിൽ നിർത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന തീർച്ചയായിട്ടും നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഹരികൃഷ്ണ, ഇടയ്ക്ക് ആരോ സംസാരിക്കുന്നുണ്ട്. ഹരിപോൾ. ഓക്കെ, അപ്പൊ ഈ ജനനമരണ ചക്രത്തിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഇതേ ഒരു വഴിയുള്ളൂ. നമ്മളെല്ലാം തന്നെ ഭഗവാനിൽ അർപ്പിക്കാം. മൂന്നാമത് ഇക്കാനിമിറ്റി എന്ന് വെച്ചാൽ ദ്വന്ദ്ങ്ങളിൽ നിന്ന് അവിടെ മാറി നിൽക്കണം. ദ്വന്ദ്ം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട്, വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടുണ്ട്, സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, മധുരം ഉണ്ടെങ്കിൽ കയ്പുണ്ട്. ഇങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കാനാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ അതിനെ ഈക്വലായിട്ട് നമ്മൾ കാണുക. അതിനെ ഈക്വലായിട്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ ധർമ്മം, നമ്മുടെ ഡ്യൂട്ടി എന്താന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പഠിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ ക്ഷത്രിയന്റെ ധർമ്മം എന്താ? ക്ഷത്രിയന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ആശ്രയിക്കുന്ന എല്ലാവരും സംരക്ഷണം കൊടുക്കുക. ക്ഷത്രിയന്റെ ഇത് യുദ്ധം ചെയ്യാന്നുള്ളതാണ്. യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന്റെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ധർമ്മം എന്താ? അത് മധുരമാണ്. മധുരം മാറ്റിക്കഴിഞ്ഞാൽ പഞ്ചസാര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? അതേപോലെ വെള്ളത്തിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡേഷൻ വെച്ച് കഴിഞ്ഞാൽ ദ്രാവക രൂപത്തിലാണ്. ഈ ദ്രാവകത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. അതേപോലെ വേണ്ട സൂര്യന്റെ പ്രകാശം, സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ചൂടും കിട്ടുന്നു, വെളിച്ചവും കിട്ടുന്നു. ഈ പ്രകാശം ചൂടും വെളിച്ചവും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും? ഇല്ല. എന്നുപോലെ ക്ഷത്രിയന്റെ ധർമ്മം ചെയ്യുക യുദ്ധം ചെയ്യാന്നാണ്. ഇതുപോലെ തന്നെ നമ്മൾക്കും നമ്മളുടെ ധർമ്മം എന്താ? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ ആശ്രിതന്മാരാണ് നമ്മൾ. ഭഗവാൻ തീർച്ചയായിട്ടും നമ്മൾ അതിന് ഉദാഹരണമായി നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഒരു ആരെങ്കിലും അണ്ടറിൽ നമ്മൾ ജോലി ചെയ്യണം, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. മാറ്റി നിർത്തിക്കാൻ നമ്മൾ ജോലി പോകും. എന്നുപോലെയാണ് ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും ഭഗവത് സേവനം ചെയ്താൽ മാത്രമേ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ എന്നും നമ്മുടെ ഫണ്ടമെന്റൽ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ എന്താണ് ഭഗവാനെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നതാണ്. ഭഗവാന്റെ ഭൃത്യന്മാരാണെന്നുള്ള ധാരണ നമുക്ക് വേണം. അഥവാ ഇനിയിപ്പോ അർജുനൻ പറയണ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപകീർത്തിയായി തീരുന്നുള്ളതാണ്. ഇത്രയും വലിയൊരു മഹാമനുഷ്യൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കീർത്തി ഇതൊക്കെ നഷ്ടപ്പെടും. അതേസമയം യുദ്ധം ചെയ്ത് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജ്യം കിട്ടും. അല്ല ഇനി അവിടെ മരിക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഉപരിലോകങ്ങളിൽ പോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ക്ഷത്രിയന്മാര് ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കില്ല എന്നുള്ളതാണ്. യുദ്ധം തീർച്ചയായിട്ടും അവരൊരു ഒരു ഭാഗ്യം പോലെയാണ് അവർ അതിനെ കണക്കാക്കുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് ആധ്യാത്മികമായിട്ട് അറിവ്, ട്രാൻസ്ജെൻഡർ നോളേജ് എന്ന് പറയും. അറിവ്, ആത്മീയമായിട്ടുള്ള എല്ലാ നോളേജും ഈ അധ്യായത്തിൽ ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട്. ഭഗവാൻ ഈ രണ്ടാമത്തെ അധ്യായമാണ് ഉപദേശം തുടങ്ങുന്നത്. അതുവരെ ഇത്രയും സമയം അർജുനാണ് സംസാരിച്ചത്. അർജുനൻ സംസാരിച്ച എന്തെങ്കിലും വലിയ വലിയ വാക്കുകൾ, വലിയ വലിയ അർത്ഥവത്തായ കാര്യങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞു. പക്ഷെ
അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നിലനിൽപ്പില്ല എന്ന് കണ്ട് ശിഷ്യത്വം സ്വീകരിച്ചപ്പോഴാണ് ഭഗവാൻ അദ്ദേഹത്തിന് ഉപദേശം തുടങ്ങിയത്. അപ്പൊ ഈ അധ്യായത്തിന്റെ ഇനി പല കാര്യങ്ങളും നമുക്ക് വായിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആത്മീയതയും ഭൗതികയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് ഈ അധ്യായത്തില്. അതേപോലെ തന്നെ നശ്വരമായതും അനശ്വരമായതും അതിനെപ്പറ്റി പറഞ്ഞു തരുന്നു. ലോകത്ത് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്നും എങ്ങനെ നമ്മൾ ചെയ്യണം, പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം എന്നും ഭഗവാൻ ഈ അധ്യായത്തിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, എല്ലാവരും പ്രസംഗിക്കും സനാതനധർമ്മം അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അതിന്റെ ആക്ച്വലായിട്ടുള്ള സനാതനധർമ്മം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സനാതനമായ ഭഗവാൻ, സനാതനമായ പരമപുരുഷനായ ഭഗവാനുമായി നമ്മളെ നിത്യബന്ധത്തിലുള്ള ശാശ്വതമായ പ്രവൃത്തി, അതാണ് സനാതനധർമ്മം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ നമുക്ക് ബന്ധമുണ്ട്, ഭഗവാന്റെ അംശമാണ് നമ്മൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ വെച്ചുകൊണ്ട് അത് ശാശ്വതമായ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നാണ് ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഈ 14-ാമത്തെ ശ്ലോകം മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 13-ൽ പറയുന്നുണ്ട്, ദേഹിനോസ്മിൻ യഥാദേഹ. കഴിഞ്ഞവണ് നമ്മൾ പഠിച്ചു, ശരീരസ്ഥനായ ആത്മാവിന് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ വാർദ്ധക്യത്തിലേക്കും നമ്മൾ മാറുന്നുണ്ട്. പക്ഷെ ആത്മാവിന് ഒരു വ്യത്യാസം വരുന്നില്ല. അതേപോലെ തന്നെ മരണം സംഭവിക്കും, ശരീരം വെടിയുമ്പോൾ വേറൊരു ശരീരം നമ്മൾ സ്വീകരിക്കുന്നു. അത് ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ആധുനികമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല്യത്തിൽ നിന്നും കൗമാരത്തിൽ നിന്നും വാർദ്ധക്യം, ഇതൊക്കെ അവർ സമ്മതിക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ശരീരം സ്വീകരിക്കുന്നു എന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ പിന്നെ അപ്പോ അർജുനോട് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ബുദ്ധിമാന്മാരെ പോലെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രഭു കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. അരുപോൽ കേൾക്കാം പ്രഭു. ഓക്കെ താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ഇനി ശ്ലോകം വായിച്ചു കൊടുക്കണം. എന്തോ ഇവിടെ നെറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്, അതാണ് കഥ. അല്ലെങ്കിൽ പിന്നെ പുറത്തു പോയി ഇരിക്കേണ്ടി വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 2-ാമത്തെ അധ്യായത്തില് ഗീതാവിഷയ സംഗ്രഹം അല്ലെങ്കിൽ സാഖ്യയോഗം എന്ന് പറയും, അതിനെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം, അവിടെ നിന്ന് തുടങ്ങാം. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖ ദുഃഖദ ആഗമാപായനോ നിത്യസ്ഥാം ശ്രീക്ഷസ്വ ഭാരത. ഇത് പറയുന്നത്, ഹേ കുന്തിപുത്ര, ക്ഷണീയങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവീതികൾ പോലെ അത്രേ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്നും അവ ഉണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. ഇതാണ് എന്ന് വെച്ചാൽ മാത്ര സ്പർശാസ്തു എന്ന് വെച്ചാൽ മഴക്കാലം വരും, വേനൽക്കാലം വരും, ഇതൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും. അതിലൊന്നും നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ പറ്റൂല. അപ്പൊ അതില് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും അസ്വസ്ഥനാവാതിരിക്കാനാണ് പറയുന്നത്. പിന്നെ 15-ാമത്തെ അധ്യായം, ഞാൻ കുറച്ച് സ്പീഡിൽ പോകാം അല്ലെങ്കിൽ ഇത് തീരില്ല. ഇപ്പൊ തന്നെ 8 മണിയായി. 15 യംഹ്യൻ അവ്യതേ അന്തേതേ പുരുഷം പുരുഷർഷഭ സമ ദുഃഖസുഖം ധീരം സോമുദത്വായ കൽപ്പതേ. പറയുന്നത്, അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദ്വന്ദ്ങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. രണ്ടും നമുക്ക് ഇതുണ്ട്, രണ്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. അപ്പൊ അതിൽ നിന്നും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണെന്ന് ഇവിടെ പറയുന്നു. അപ്പൊ ഞാൻ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. 16-ാമത്തെ നോക്കാം. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരോ വിദ്യന്തനയോർ തത്വദർശിഭി. പറയുന്നത്, ഇല്ലാത്തതായ ഒന്നിന്, അതായത് ഭൗതിക ശരീരം, ഇത് ഇല്ലാന്ന് ഭൗതിക ശരീരത്തിന് ഇല്ല എന്ന് പറയുന്നത് നശ്വരം, ഇത് നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറയുന്നത്. ഇല്ലാത്ത ഒന്നിന് നിലനിൽപ്പില്ല, അതിന് നിലനിൽപ്പില്ല. കാരണം അത് ഒരു സമയത്ത് ഉരുത്തിരിയുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, വീണ്ടും നശിക്കുന്നു. അതാണ് ഈ ഭൗതിക ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്തെടുത്താലും അത് ഉണ്ടാവുന്നു,
കുറച്ചു കാലം നിലനിൽക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നു, അതിന് നിലനിൽപ്പില്ല. അപ്പൊ അതിനെപ്പറ്റി നമ്മള് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ് വരൂ, അത് അങ്ങനെ വരാൻ പാടില്ല. അതിന്റെ പ്രകൃതിയുടെ നിയമം അതാണ്. ഇല്ലാത്തതായ ഒന്നിന് നിലനിൽപ്പില്ല, സനാതനമായതിന് അതായ ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്തെ രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. ഇതാണ് കാരണം ഇത് അവര് മനസ്സിലാക്കിക്കൊണ്ട് അവര് ഈ ഇല്ലാത്തതിന്റെ പിന്നാലെ അവര് കൂടുതൽ താല്പര്യം കാണിക്കാൻ ശ്രമിച്ചില്ല എന്നാണ് പറയുന്നത്. പിന്നെ 17 അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശം അദ്യസ്യാസ്യാന കശ്ചിത് കർത്തും അർഹതി. പറയുന്നത് ശരീരത്തിലെങ്കിലും വ്യാപിച്ചിരിക്കുന്ന ഈ സത്തയ്ക്ക്, അതായത് ഈ സത്യ എന്ന് പറയുന്ന ആത്മാവ്, ഈ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മാവിനെ കത്തിക്കാനോ ചൂടാക്കാനോ ഒന്നും തന്നെ സാധിക്കാത്ത ഒരു സാധനമാണ് ആത്മാവിന്റെ സൈസ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. ആത്മാവിന്റെ സൈസ് എന്താന്ന് പറഞ്ഞാൽ ഒരു തലമുടി നാരിന്റെ അറ്റം 10,000 ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം എത്രയുണ്ട്, അത്രേ ഉള്ളൂ നമ്മുടെ ആത്മാവ്. കാരണം ഈ ആത്മാവ് അണുവാണ്, വിഭുവാണ്. വലിയ ഇതിലും ആ ആത്മാവുണ്ട്, ഈ ചെറിയ അണുവിലും ഈ ആത്മാവുണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും അത് വ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ സാധിക്കില്ല എന്നാ പറയണത്. അത് വലിയൊരു എന്താ പറയാ, വലിയൊരു ശാസ്ത്രമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ പറയുന്നത്, പിന്നെ 18 അന്തവന്ത ഇമേ ദേഹ നിത്യസോക്ത ശരീരിണ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുദ്ധസ്വ ഭാരത. ഇവിടെ പറയുന്ന ഈ ഭൗതിക ദേഹത്തിന് നാശമുള്ളൂ, അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക. അർജുനോട് യുദ്ധം ചെയ്യാനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനം അർജുനോട് പറയും, നീ യുദ്ധം ചെയ്യാതെ നീ ഇവിടുന്ന് മാറിപ്പോയാലും നിനക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ധർമ്മം അതാണ്, നമുക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അർജുനെ ഇവിടെ ഓർമ്മിപ്പിക്കാൻ, നീ ചെയ്യാതെ മാറി നിന്നാലും നിനക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഭൗതിക ദേഹത്തിന് നാശമുള്ളൂ, നമ്മുടെ ശരീരത്തിന് നാശമുള്ളൂ. ശരീരം വിട്ടുപോകും, വേറൊരു ശരീരം സ്വീകരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി ദുഃഖിക്കേണ്ട എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ 19 ഏനം വേത്തി ഹന്താരം യക്ഷൈന്യം മന്യദേഹദം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. ഇത് എടുത്തു പറയുന്നു. ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. ജീവാത്മാവ് കൊല്ലപ്പെടുന്നുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ അജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ഈ അധ്യായത്തിൽ ഭഗവാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ആത്മാവിന് നാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരണമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ഈ നരോത്തമ കൃഷ്ണദാസ് ഒരിക്കലും നശിക്കുന്നില്ല. ഇത് പണ്ടും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായി, ഇനി ഉണ്ടായിക്കൊണ്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരാൾ മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറത്തിട്ട് അടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൻ ആ ശരീരം ഉപേക്ഷിക്കുന്നുള്ളൂ. അത് അതിന്റെ വിവരണങ്ങൾ ഇനി അടുത്ത ശ്ലോകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ഉടുപ്പ് മാറ്റി വേറൊരു പുതിയ ഉടുപ്പ് ഇടുന്ന പോലെ ഉള്ളൂ എന്നാ പറയണത്. പഴയ ഉടുപ്പ് മാറ്റി, പഴയ വൃത്തികേടായപ്പോ പുതിയ ഉടുപ്പ് എടുത്തിട്ടു, അത്രേ ഉള്ളൂ കാര്യം. ഒരിക്കലും നമുക്ക് നാശം സംഭവിക്കുന്നില്ല എന്നുള്ള ധാരണ നമുക്ക് നന്നായിട്ട് വേണം. ശരീരം മാത്രമാണ് പോകുന്നത്. ശാരീരിക ഹിംസയെ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊല്ലണേന് വിരോധമില്ല എന്നല്ല, അതല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കല്ല ചെയ്യുന്നത്. അല്ലെ, ശരീരമെല്ലാം മരിക്കണമെന്ന് നമ്മൾ മരിക്കില്ലെങ്കിൽ പിന്നെ അവനെ കൊന്നാലെന്താന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവും. അതില്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഹിംസിക്കാൻ പാടില്ല. ഒന്നിനെയും നമ്മൾ ഹിംസിക്കരുത്. മനസാവാച കർമ്മണ നമ്മൾ ആരെയും ഹിംസിക്കരുതെന്നാ പറഞ്ഞേക്കണേ. ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലുക എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, വാക്കുകൊണ്ടായാലും അതൊരു ഹിംസയാണ്. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ട് എന്ത് ദ്രോഹം ചെയ്താലും അത് ഹിംസയാണ്. അപ്പോ ഇവിടെ ഇപ്പൊ ഈ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് കൊല്ലാലോ എന്നുള്ള ഒരു ധാരണ. അത് വേണ്ട. അടുത്തത് 20 നമുക്ക് എന്താ പറയാൻ നോക്കാം. 20 ന ജായതേ മ്രിയദേവ കഥാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയ അജോ നിത്യം ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ
ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൽ ഒരിക്കലും ജനന മരണങ്ങളില്ല. അതും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അർജുനും നിത്യനും ശാശ്വതനും പ്രാചീനുമാണ്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ആർക്ക്? ശരീരം നശിക്കുമ്പോൾ ശരീരത്തിനുള്ള നാശം, അല്ലെ? ഇപ്പൊ ഒരാൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഓ, ആരാ? കുട്ടപ്പൻ മരിച്ചു കിടക്കുന്ന കുട്ടപ്പൻ മരിച്ചു എന്ന് ആരെങ്കിലും പറയോ? കുട്ടപ്പന്റെ ശരീരം കണ്ട കുട്ടപ്പന്റെ ഡെഡ് ബോഡി എന്നാ പറയാ, അല്ലെ? കുട്ടപ്പന്റെ ശരീരമാണ് ആ കിടക്കുന്നത്. കുട്ടപ്പൻ എവിടെ? കുട്ടപ്പൻ വേറെയാ. അത് നമ്മൾ മനസ്സിലാക്കും. കുട്ടപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവാണ്. ആത്മാവിന് നാശമില്ല എന്ന് നമ്മുടെ എടുത്ത് പറയാണ് ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാവ് ഒരു ശരീരം കൈക്കൊള്ളുന്നു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിന് ജനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതെ, മരണം ഉണ്ടെങ്കിൽ അവിടെ ജനനം ഉണ്ടെന്നുള്ളതാണ്. ജനനമുള്ള എന്തിനും മരണമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്തെല്ലാം സാധനം ജനിക്കുന്നുണ്ടോ അതിന് മരണമുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. അതേസമയം ആത്മാവിന് ജനനമില്ലാത്തതിനാൽ ഭൂതം, ഭാവി, വർത്തമാനം ഇതൊന്നും അതിനെ ബാധിക്കില്ല. മനസ്സിലായോ? ഈ ഭൂതം ഭാവിയൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ള, അല്ലാണ്ട് ആത്മാവിനില്ല. എന്നാ എന്ന് മുതലാണ് ഈ ആത്മാവ് ഉണ്ടായ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം ഇൻ മെമ്മോറിയല്ല. അനവധി കാലം മുമ്പ് ചരിത്രത്തിന് കണക്കുകൂട്ടാൻ പറ്റാത്ത അപ്പുറമാണ് ഈ ആത്മാവ് ഉണ്ടായിരിക്കുന്നത്. ആത്മാവിന്റെ നാം എന്റെ ജനനത്തെ പറ്റി അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അതിനൊരു അന്തമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മാവിക്ക് ഒരിക്കലും ഈ പറഞ്ഞ കൂട്ടത്തിൽ, നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ടത്തിലെ വാർദ്ധക്യോ ഈ യൗവനം ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോ അർജുനോട് ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൽ മാറി നിൽക്കാനുള്ള ആ പ്രചോദനം, അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്രയും പറഞ്ഞത്. മനസ്സിലായോ? യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് അർജുനൊന്ന് സഹായിക്കും. യുദ്ധം ചെയ്തേ തീരൂ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത്, പിന്നെ 21 ഹരേ കൃഷ്ണ. വേദാവിനാശനം നിത്യം യഹേനമജം അവ്യയം കഥം സപുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. ഈ പറയുന്നത്, അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനും ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? ഇതാണ് ഇവിടുത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഈ ആത്മാവിന് നാശമില്ല എന്ന് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ ഒരു പരിണാമത്തിലൊന്നും ഇതിന്റെ ഭാവവ്യത്യാസങ്ങളൊന്നും ഈ ആത്മാവിന് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആരെങ്കിലും കൊല്ലാൻ പ്രേരിപ്പിക്കാനോ സാധിക്കുമെന്ന് ചോദിക്കണം. പക്ഷെ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അതിന് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ പ്രയോജനം ഉണ്ടാകണ വിധത്തിൽ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടിരിക്കണം എന്നുള്ളതാണ്. ആ സന്ദർഭം അനുസരിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് അത് പ്രാവർത്തികമാക്കണം എന്നാണ്. അല്ലാണ്ട് ഹിംസ കൊണ്ടോ പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ പ്രയോഗിക്കണം, എങ്ങനെ ചെയ്യണം, അതിനുള്ള ജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം. അവിടെയാണ് കാര്യം കിടക്കുന്നത്. ഇപ്പോ അതിന് ഉദാഹരണം പറഞ്ഞ, ഒരു ജഡ്ജി ഒരാൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചു വെച്ചോളും. തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ ജഡ്ജി ആരെങ്കിലും തൂക്കിക്കൊള്ളു? ജഡ്ജി ചെയ്യുന്ന ജഡ്ജിയുടെ കർമ്മ ഡ്യൂട്ടിയാണ്. അതും ആ ഡ്യൂട്ടിയിൽ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് അതിന് പിന്നിലും അർത്ഥങ്ങളുണ്ടെന്നുള്ളതാണ്. ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഇയാൾ വേറെ ആരോ കൊന്നതുകൊണ്ടാണ്. വേറെ ആരോ കൊന്നത് കൊണ്ടാണ് ഇയാൾക്ക് ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. അതിന്റെ ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജി ചെയ്യുന്ന വളരെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ തൂക്കിക്കൊല്ലുന്നതോടുകൂടിയിട്ട് ഇയാൾ ചെയ്ത പാപത്തിന്റെ കർമ്മം അവിടെ തീരാണ്. അല്ലെങ്കിൽ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലും ഇയാൾ ചെയ്ത ഈ പാപത്തിന്റെ കർമ്മം അയാൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോ ആ പാപകർമ്മത്തിന്റെ ഫലം തീരാൻ വേണ്ടിയിട്ടാണ് ഈ ജഡ്ജി ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഫലം അടുത്ത ജന്മത്തെ അനുഭവിക്കാൻ വരാതിരിക്കാൻ മരണശിക്ഷ വിധിക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കാം. ഇതെല്ലാം മനുസംഹിതയിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. കൃഷ്ണൻ യുദ്ധത്തിന് ആജ്ഞാപിക്കുമ്പോൾ ആ ഹിംസ പരമോന്നത നീതിക്ക് അനുസൃതമാണെന്ന് തീർച്ചയാക്കാം. നമുക്ക് പ്രത്യേകിച്ച് കൃഷ്ണനാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണൻ ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കൊല്ലണം. അദ്ദേഹത്തിനെ കൊല്ലാതിരിക്കാൻ നിവൃത്തിയിൽ ആ വധത്തിൽ നിന്ന് മാറി നിൽക്കാനും ആരെക്കൊണ്ട് സാധിക്കില്ല എന്നാണ്. കാരണം
കൃഷ്ണ അത്തരത്തില് അതിന്റെ അത്യാവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ അർജുനെ പ്രേരിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതിന്റെ പിന്നിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ചെയ്തവരൊക്കെ കൊല്ലുകയല്ല ചെയ്യുന്നത്, അവർക്ക് ഒരു വേറൊരു ശരീരം സ്വീകരിക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കണം. ഇപ്പൊ ഈ യുദ്ധം ചെയ്യാൻ വന്നത് മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ യുദ്ധം ചെയ്യാൻ വന്നത്. അപ്പോ ആ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇതിനേലും അപ്പുറം ഒരു നല്ലൊരു ശരീരം, ഇതിനേലും ഉത്കൃഷ്ടമായ ഒരു ശരീരം സ്വീകരിക്കാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി 22 വാസാംസി ജീർണാനി യഥാ വിഹായ നവനാനി ഗ്രഹണാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. പറയുന്നത് പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയ എടുത്തണിയുന്ന പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തായ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതൊക്കെ. അപ്പൊ അത്രയും അങ്ങനെ കണക്കാക്കിയാൽ മതി എന്ന്. അല്ലാണ്ട് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം നമുക്ക് തീർച്ചയായിട്ടും അതിനേലും അപ്പുറം ഒരു നല്ല ശരീരം അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശ്രാദ്ധങ്ങളൊക്കെ ചെയ്യുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ചിലര് 16 ദിവസം, ചിലരെ 11 ദിവസം, ഇങ്ങനെയൊക്കെയുള്ള നിഷ്ഠകൾ നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇത് ചെയ്യുന്നത് ഈ മരിച്ച ആത്മാവിന് ഒരു പുത്തൻ ശരീരവും നല്ല ശരീരം സ്വീകരിക്കാനുള്ള വരുത്താൻ വേണ്ടി നമ്മൾ മഹാവിഷ്ണുവോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മരിച്ച ദിവസം എല്ലാ വർഷവും നമ്മൾ ശ്രാദ്ധം കൂട്ടുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്ത് കൂട്ടുക എന്നാണ് പറയാ, നമ്മൾ ആലുവയിലൊക്കെ പോയിട്ട് നമ്മള് ഊട്ടാറില്ലേ? അതൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവ് ഒരുപക്ഷെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാവില്ല, നമുക്കതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ അതിനെ തരണം ചെയ്യാനാണ് എന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ആത്മാവിന് ഒരു പുതിയ ശരീരം, പുതിയ രീതിയിൽ എവിടെയെങ്കിലും ഒരു ശരീരം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെയും നമ്മൾ ഈ കർമ്മം ചെയ്യുന്നതിന്റെ ഉദ്ദേശം അതാണെന്നാണ്. അപ്പോ ഇത് തന്നെയല്ല, നമ്മൾ ഇങ്ങനെ ഈ ശരീരം മാറുന്നത് ഈ വേറൊരു ശരീരത്തിലേക്ക് മാറുന്നതിന്റെ ഉദ്ദേശം തന്നെ അതും പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് അത് സാധിക്കുന്നത്. നല്ല ശരീരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വേണം. പിന്നെ കുറെയൊക്കെ ചെയ്യുന്ന നമ്മുടെ കർമ്മഫലങ്ങളും ഉണ്ട്. ആ കർമ്മഫലം അനുസരിച്ചും ആയിരിക്കും നമുക്ക് നമ്മുടെ ശരീരം കിട്ടുക. പക്ഷെ നമ്മൾ ഇതേപോലെയുള്ള ഈ സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അടുത്തൊരു ശരീരം കിട്ടാനുള്ള സാധ്യത ധാരാളമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നതിന്റെയും പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, കണ്ണിക്കൊള്ളാണ്ട് പിരിയത്തിക്കൊണ്ടു എന്ന് പറയില്ലേ, എന്നപോലെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ആ കർമ്മങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തം ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കണം. അതിനാണ് ഭഗവത്ഗീത വായിക്കാനും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന നിർദ്ദേശങ്ങള് അതേപടി നമ്മൾ സ്വീകരിക്കാനും പറയുന്നത്. ഇനി 21 നമുക്ക് വേഗം തീർക്കാം. 21 നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാവോ നോഷയതി മാരുത. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനോ അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയില്ല. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഞാൻ ഇനി 24ലേക്ക് പോവാ. അച്ഛേദ്യോ യമദായോ അക്ലേദ്യോ ശോഷയേവജ നിത്യ സർവഗതസ്ഥാണൂർ അചലോയം സനാതന. അർത്ഥം പറയുന്നത് ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ള, ഇതൊരു വലിയൊരു പോയിന്റാണ്, ഇത് മനസ്സിലാക്കിക്കൊള്ളും. സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. മനസ്സിലായോ? ഇത് സർവഗതൻ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ, പ്രത്യേകിച്ച് ആത്മാവിനെ. സർവഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സർവ്വവ്യാപിയാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. അങ്ങനെയാണ് ഭഗവത്ഗീത ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വേറെ ആരും പറയുന്നില്ല, ഭഗവാൻ നേരിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കും. അതിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സർവഗത എന്ന വിശേഷണം അർത്ഥപൂർണമാണ്. ഈശ്വര സൃഷ്ടിയിൽ എവിടെയും ജീവഗണങ്ങൾ ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല എന്നാ പറയണം. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഭൗതിക ലോകത്ത് മാത്രമേ ഉള്ളൂ. എല്ലാ ലോകത്തിലും എല്ലാ ജീവജാലങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഈവൻ സൂര്യഗ്രഹത്തിലും ചന്ദ്രഗ്രഹത്തിലും എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, സൂര്യഗ്രഹത്തിൽ ഇത്രയും ചൂടുള്ളപ്പോ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? കാരണം സൗരഗ്രഹത്തിലും അവിടെ ജീവിക്കാനുള്ള ഉതകുന്ന തരത്തിലുള്ള ശരീരഘടന നമുക്ക് അവിടെ കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ സൗരമണ്ഡലത്തില് ജീവജാലങ്ങളില്ല എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കേണ്ട. അവിടെയുണ്ട്, ചന്ദ്രമണ്ഡലത്തിലും ഉണ്ട്. ഈ മറ്റുള്ള എല്ലാ പ്രപഞ്ചങ്ങളിലും നമ്മള് ഈ ആത്മാവ് നിലകൊള്ളുന്നു. ഒരുപക്ഷെ നമുക്ക് അടുത്ത ജന്മം നമുക്ക് സൂര്യഗ്രഹത്തിലായിരിക്കാം. ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ കർമ്മത്തിന്റെ ഫലം അനുസരിച്ചും നമുക്ക് ഒരുപക്ഷെ അങ്ങോട്ട് പോവാൻ സാധിക്കും. ശ്ലോകം 25. അവ്യക്തോയമചന്ദ്യായോ അധികാര്യോ യമുച്യതേ തസ്മാത് ദേവം വിദിത്വൈനനുശോചിതും അർഹസി. വിവർത്തനം: അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നതുകൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. അപ്പൊ ഇതൊന്നും സംഭവിക്കാത്ത ആള് പിന്നെന്തിനാ നമ്മൾ ശരീരത്തിന് വേണ്ടി ദുഃഖിക്കണം? എന്തിനാ നമ്മൾ ചോദിക്കണത്? 26. അത ചൈന്യം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാ വിത്വം മഹാബാഹോ നൈനം ശോചിതും അർഹസി. അതല്ല, ആത്മാവ് ജീവന്റെ ലക്ഷണം ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹു നിനക്ക് ദുഃഖിക്കാനില്ല. അപ്പൊ ഇവിടെ അർജുനോട് ചോദിക്കാണ്, അഥവാ ഇനിയിപ്പോ ശരീരം മരിക്കണം, ജീവന്റെ ലക്ഷണം അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെപ്പറ്റി നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. വേറൊരു ശരീരം കിട്ടുകയാണ്. അല്ലെങ്കിൽ അഥവാ ഇനിയിപ്പോ എന്നേക്കുമായിട്ട് മരിക്കുകയാണെങ്കിലും അതിനെപ്പറ്റി ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഭൗതികവാദികൾ അങ്ങനെയാണല്ലോ പറയണത്. അവരുടെ ദൃഷ്ടിയില് അവസാനം അവര് പറഞ്ഞു വന്നിരിക്കുന്നത് കുറെ രാസപദാർത്ഥങ്ങൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരമായി എന്നാണ് അവരുടെ ധാരണ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്തോ കുറെ അസംസ്കൃത വസ്തുക്കളും എല്ലാം കൂടി കൂടിച്ചേർന്ന് ഉണ്ടാക്കിയതാണ് ശരീരം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തില് ഈ ശരീരം ഇത്രയും രാസപദാർത്ഥങ്ങൾ നശിച്ചു പോയെന്ന് വെച്ചിട്ട് അർജുനനെ ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുകൂടാതെ കണ്ട് നമ്മൾ സാധാരണ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് ലോകത്തില് അണുവായുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ടൺ രാസപദാർത്ഥങ്ങൾ അവർ ഉപയോഗിക്കുന്നതിനാണ്, അല്ലെ? എത്ര രാസപദാർത്ഥങ്ങൾ അവർ നശിപ്പിച്ചു കളയുന്നു ഈ ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ തന്നെ അർജുനൻ ഈ കുറച്ച് രാസപദാർത്ഥങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നു വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ ക്ഷത്രിയന്റെ ധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? നമ്മുടെ കടമയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഒരിക്കലും തീർച്ചയായിട്ടും ഇനിയിപ്പോ അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ അർജുനന് ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. 27. ജാതസഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ തസ്മാത് പരിഹാരേർത്ഥേ നത്വം ശോചിതും അർഹസി. ജനിച്ചവന് മരണം നിശ്ചയം അത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ നീ വ്യസനിക്കേണ്ടതില്ല. അപ്പൊ നമ്മുടെ കർത്തവ്യത്തിൽ മാറി നിൽക്കാൻ പറ്റുമോ? നമ്മുടെ കർത്തവ്യമാണ് യുദ്ധം ചെയ്യുന്നത്. അതിൽ ചിലർ മരിക്കും, ചിലർ അപകടം ഒക്കെ ഉണ്ടാവും. ഇത് അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. അവിടെ ഇപ്പൊ നമ്മുടെ അച്ഛനാണ്, അമ്മ, പ്രായമുള്ള ആൾക്കാരാണ്, നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരാണെന്ന് കാര്യമില്ല. കാരണം അവരും യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ എതിരിൽ നിൽക്കുന്ന അർജുനെ പോലുള്ള ആൾക്കാരെന്ന് അവർക്കും അറിയാം. അപ്പൊ തീർച്ചയായിട്ടും അത് യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു ഇതും കാണുന്നില്ല. നമ്മുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം നിറവേറ്റുക, ധാർമ്മികമായിട്ടുള്ള കർത്തവ്യം അവിടെ നിറവേറ്റുകയാണ് ഭഗവാൻ അർജുനോട് ഉപദേശിക്കുന്നത്. 28. അവ്യക്താദീനി ഭൂതാനി വക്തമദ്യാനി ഭാരത അവ്യക്താനിധനാന്യേവ തത്രക പരിദേവന. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനത്തിന്റെ ആവശ്യം എന്ത്? അപ്പൊ ഇതിൽ ഉദാഹരണം പറഞ്ഞ ഒരു വലിയ ബിൽഡിങ് സിമെന്റും കോൺക്രീറ്റും അതും ഇതൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടാണ് എത്ര 100 നില ബിൽഡിങ്. അത് അവസാനം ഇടിച്ചു പൊടിച്ച് താഴെ ഇട്ടു. പിന്നെ വേറെ എന്തുണ്ടാവും? അത് ഇടിച്ചു പൊടിച്ചു കഴിഞ്ഞാൽ അത് പൊടിയാവും. വീണ്ടും ഈ പ്രകൃതിയിൽ അത് ലയിച്ചു ചേരുകയാണ്. മനസ്സിലായോ? എന്നുപോലെ നമ്മള് ഈ നമ്മുടെ കർത്തവ്യം
നിറവേറ്റാൻ ആ കർത്തവ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് യാതൊരു ഒരു അർത്ഥമില്ലാത്തൊരു സംസാരമാണ് അവിടെ പറയുന്നതാണ്. ഇവിടെ പറയുന്ന സൃഷ്ടിയിൽ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിലുണ്ടായതിനു ശേഷമാണ് ജനനം ഉണ്ടാവുന്നത്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സമയം എടുക്കുമല്ലോ. നമുക്ക് 6 തരത്തിലുള്ള സ്റ്റേജ് ഉണ്ട്. നമുക്ക് ആദ്യം അമ്മയുടെ ഗർഭത്തിൽ ജനിക്കും. അത് കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തേക്ക് ഗർഭത്തിൽ നിന്ന് പുറത്തു വരും. പിന്നെ നമ്മൾ വളരാൻ തുടങ്ങും. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ഷയിക്കാൻ തുടങ്ങും. ക്ഷയിച്ച പിന്നെ മരണം. ഇങ്ങനെ ഈ 6 സ്റ്റേജ് നമുക്ക് ഉള്ളതാണ്. ഈ 6 സ്റ്റേജ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ അവസാനം നശിച്ച് അത് പൊടിപൊടിയാവുന്നു, വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് അങ്ങനെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. 29 ആശ്ചര്യവത് പശ്യതി കക്ഷിദേനാം ആശ്ചര്യവത് ദദതി തദൈവ ചാന്യ ആശ്ചര്യവത് ചന്യമന്യശൃണോതി ശ്രുത്വാപ്യേതം വേദന ചൈവ കശ്ചിത്. വിവർത്തനം ചെയ്യല പ്രവാദി. ചിലരുടെ സൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യമായി വർണ്ണിക്കുന്നു, മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ചിലരാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ ഈ ആശ്ചര്യം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അണു അതിലും ഈ ആത്മാവുണ്ട്. അത് വലിയൊരു ആനയിലും ആത്മാവുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നുന്നു നമ്മുടെ പറയുന്നത്. നമ്മുടെ ദൃഷ്ടിയിലെ വലിയൊരു ആശ്ചര്യം തന്നെ, തീർച്ചയായിട്ടും അതെ. കാരണം ഈ ഒരു കോശമുള്ള അണുവിലും ആത്മാവ് നിലനിൽക്കുന്നതിനെ പറ്റി അതാണ് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി കേട്ടിട്ട് നമുക്ക് ഒട്ടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ശ്ലോകം 30 ദേഹി നിത്യമവദ്യോയം ദേഹി സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. വിവർത്തനം ചെയ്ത പ്രഭാതി. ഹേ ഭാരത, ദേഹി ദേഹത്തിൽ വസിക്കുന്ന സത്ത എന്ന് വെച്ചാൽ ആത്മാവ് അനശ്വരനാണ്, അതിനെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ച് നീ വ്യസനിക്കേണ്ട. അപ്പൊ ആരെക്കുറിച്ച് നീ യുദ്ധം ചെയ്തോ? ആരെക്കുറിച്ച്? നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദ്രോണനെന്നാണോ, ഭീഷ്മരാണെന്നോ, അങ്ങനെയുള്ള യാതൊരു ദുര്യോധനാണെന്നോ ആരൊന്നും ഇതൊന്നും അതിനെപ്പറ്റിയൊന്നും നമുക്ക് വ്യാകുലപ്പെടേണ്ടെന്നാണ് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. 31 സ്വധർമ്മമഭിചാവേക്ഷ്യ നവികംബിതും അർഹസി ധർമാധിയുദ്ധാശ്രയോന്യ ക്ഷത്രിയസ്യന വിദ്യതേ. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ യുദ്ധത്തെക്കാൾ ഉത്തമമായ ഒരു കർമ്മം നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം വെടിയോ. ഇത് ശരിയല്ലേ? ക്ഷത്രിയന് യുദ്ധം ചെയ്യാന്നുള്ളതാണ്. അതിനെ പിന്നെ മതാനുശാസനമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അതിൽ നിന്ന് മാറി നിൽക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയുന്നത്. 32 യത് ക്ഷയാചോപന്നം സ്വർഗദ്വാരാമൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. പാർത്ഥ, യാദർച്ഛികമായി ഇതുപോലെ ഒരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. കേട്ടോളൂ. എന്തെന്നാൽ സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുക. അപ്പൊ അവര് യുദ്ധം ചെയ്ത് മരിക്കണേയും പോട്ടെ, മരിച്ചാലും അവർക്ക് സ്വർഗ കവാടം കിട്ടും. അഗ്നിയിലോ രാജ്യം കിട്ടും, സുഖിക്കാൻ സാധിക്കും. ഇതാണ് പറയുന്നത്. അപ്പൊ ഇനി 33 അതച്ഛേത്വം മന്ദിർമം സംഗ്രാമം ന കരിഷ്യസി തഥ സ്വധർമ്മ കീർത്തിഞ്ചാഹിത്വാപാപമവാപ്സ്യസി. അല്ല, ധാർമ്മികമായ ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ, സ്വന്തം കടമ നിറവേറ്റാതിരുന്നുകൊണ്ട് നീ തീർച്ചയായിട്ടും പാപം കയ്യേൽക്കും. കാരണം നമുക്ക് അനുവദിച്ചിട്ടുള്ള ധർമ്മം അവിടെ പുലർത്തുന്നില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞിട്ടുള്ള ധർമ്മം നമ്മൾ ചെയ്തതിന് അത് പാപമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമ്മൾ വേറെ ആരുടെ ജോലി നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം. നമ്മൾ നമ്മുടെ ജോലി ചെയ്താലേ, അല്ലെ, നമ്മൾ ഏതൊരു കമ്പനിയിലായാലും മറ്റുള്ളവരുടെ ജോലി ചെയ്തു കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? അത് കമ്പനി സമ്മതിക്കില്ല. നമ്മുടെ ജോലി നമ്മൾ ചെയ്യണം എന്നുപോലെയാണ് ഇവിടെ പറയുന്നത്. ധാർമ്മികമായി ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ, സ്വന്തം കടമ നിറവേറ്റാതിരുന്നുകൊണ്ട് നീ തീർച്ചയായിട്ടും പാപം കയ്യേൽക്കും. അതൊരു അപരാധമായിട്ട് തീരും. അതുകൊണ്ട് യുദ്ധവീരനെന്ന് നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. പില്ലാളി വീരനായ അർജുനന്റെ പേരും പെരുമയൊക്കെ നഷ്ടപ്പെടും. ഇതാണ് ഈ 20 ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വിസ്തരിച്ച് പറയാൻ വളരെയധികം ഉണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ, ഞാൻ അതിന് ഉത്തരം പറയാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ
ഞാൻ വീഡിയോ ഓൺ ചെയ്യാം, കാരണം ഇനിയിപ്പോ ഇതില്ലല്ലോ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരിപോൽ. സംശയങ്ങൾ ധാരാളം ഉണ്ടാവും, ചോദിക്കണം. ചോദിച്ചാലേ ഇത് ആക്ച്വലി ഇത് ഇന്ററാക്ഷൻ ആണ്. ഇതിങ്ങനെ ചോദിച്ചാലേ നമുക്ക് കൂടുതൽ നമുക്ക് ഇതേപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. ഒന്നും ചോദിക്കാറില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. സമയം ഇപ്പൊ തന്നെ ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രഭുവിനോട് പറയാവുന്നതാണ്. അതെ, എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാനോ എന്തെങ്കിലും അഭിപ്രായമോ എന്ത് വേണമെങ്കിലും പറയാം. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പം നമ്മള് ആത്മാവാണ്. ആത്മാവിന് മരണമോ അതൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താ പറയാ, നമുക്ക് വേറൊരു ജീവിയെ കൊല്ലാനുള്ള ഒരു അധികാരം ഇല്ല. അതിനൊരു അർഹരായിട്ടുള്ള ആള്, ഇപ്പൊ ജഡ്ജിനെ പോലത്തുള്ളവരാണെങ്കിൽ അയാള് അങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് വെച്ചാൽ അയാൾക്ക് നെക്സ്റ്റ് ജന്മത്തിൽ നിന്നും അയാൾക്ക് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ അയാള് ഇപ്പം ചെയ്തതിന്റെ കർമ്മഫലം അയാൾക്ക് നേടാണ്ടിരിക്കാനുള്ള ഒരു ഇതാണ് അയാളിനെ കൊല്ലുക എന്നുള്ളത്, അയാളിനെ കൊല്ലാൻ വിധിക്കുന്നത്. ഒരു ഉപാധിയാണത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലല് മാത്രമാണ് ഹിംസ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ഹിംസ എന്ന് പറഞ്ഞാൽ മനസ്സാ വാചാ കർമ്മണ നമ്മൾ എന്തെങ്കിലും പറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹിംസയാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇത്തിരി ചില്ലറയൊന്നുമല്ല. വളരെ സ്ഫുടമായിട്ട് എണ്ണി പറഞ്ഞിരിക്കുന്ന സംസ്കാരമാണ് നമുക്ക്. ഒരു തരത്തിൽ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇന്നത്തെ ക്ലാസ് വളരെയധികം വിശദമായി നമുക്ക് ആത്മാവിനെ കുറിച്ചും ദേഹ അനലിറ്റിക്കൽ സ്റ്റഡി അത് പറഞ്ഞു തന്നതിന് പ്രഭുവിന് വളരെയധികം നന്ദി. ഇന്ന് ക്ലാസ് എടുത്ത ഈ മഹാത്മ്യങ്ങൾ പറഞ്ഞു തന്ന നരോത്തം പ്രഭുവിനും ഭൂദേവി മാതാജിക്കും വളരെയധികം നന്ദി പറയുന്നു. എല്ലാവരുടെയും ആത്മീയ ഉന്നമനത്തിനായി നമുക്ക് ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നമുക്കൊന്ന് ജപിക്കാം. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ജപിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ 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 രാമ ഹരേ കൃഷ്ണ കൃഷ്ണ നമുക്ക് നരസിംഹ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായി ഹിരണ്യകാശീപുരക്ഷഃ ശീലധാൻകാലായ तो नरसिंह परतो नरसिंह यतो यामि ततो नरसिंह बहिर्नरसिंह हृदये नरसिंह नरसिंहमदिं शरणं प्रपद्ये तव करकमलवरे नाघा अद्भुतशृङ्गा दलिता हिरण्यकशिपु तनुभृङ्गा केशवधृता नरहरिरूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे
जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरहरि जय नरहरि जय नरहरि जय नरहरि जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद 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 जय श्रील प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव नित्य गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल ഹരേ കൃഷ്ണ. നമുക്ക് നാളെ ഇനിയും അടുത്ത ക്ലാസ്സിൽ മറ്റന്നാള് വീണ്ടും നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. സമയപരിധി കൊണ്ട് സ്പീഡ് കൂടിപ്പോയെങ്കിലും ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയമെടുത്ത ഒരു എക്സ്പ്ലനേഷൻ കൂടെ തരുമെന്ന് കരുതുന്നു. വളരെ മനോഹരമായിട്ട് പ്രഭു കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന അറിയാം, അതുകൊണ്ട് ചോദിച്ചതാണ്. ഹരേ കൃഷ്ണ. നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മതിയായി.